ഹായ് ഡിയേഴ്സ്, ഇസ്ലാമിക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ. രാവിലത്തെ എല്ലാ പരിപാടികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ കിച്ചണിൽ പോയി ആദ്യം തന്നെ നമ്മൾ അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ചോറിന് വെള്ളം വെക്കാമല്ലോ. അപ്പോൾ മക്കളെ കൊണ്ടുവരുമ്പോഴത്തേന് പെട്ടെന്ന് പരിപാടികളും കാര്യങ്ങളും തീരും ചെയ്യും. അങ്ങനെ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പം വരുള്ളൂ, ഇല്ലയെന്നുണ്ടെങ്കിൽ വരുമല്ലോ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രാവിലത്തെ ഈ ഓട്ടപ്പാച്ചിൽ. അപ്പോൾ മക്കൾ നല്ല ഉറക്കമാണ് കേട്ടോ. 2 ദിവസം മദ്രസയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ നല്ല ഉറക്കമാണ്. നല്ല മഴയല്ലേ രാവിലെ. എല്ലായിടത്തും എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ അതാ കാടമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഴം പുഴുങ്ങാതെ ഇന്ന് എന്താക്കാമെന്ന് വിചാരിച്ച് പഴം വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് അങ്ങനെ പഴം അരിഞ്ഞെടുക്കുന്നുണ്ട്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ എന്തെങ്കിലും ഇത് കഴിച്ചതിന് ശേഷം മാത്രമേ പിന്നെ അവർ ചായക്ക് കടി കഴിക്കോളൂ. അത് കഴിക്കുമ്പോൾ ചിലപ്പോൾ 9 മണി 9:30 ആയി വരും കേട്ടോ പൊതുവേ. അപ്പോൾ അതാ നമ്മളങ്ങനെ പഴം വാട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മോനും പഴം വാട്ടിയാൽ മാത്രമേ അവനും കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി ഞാൻ ഉപ്പേരിക്ക് പയർ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ പയർ ഉപ്പേരിക്കുള്ളത് ഒരു അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. രാത്രി തന്നെ ഉപ്പേരിക്കുള്ളതും അതുപോലെ കറിക്കുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചാൽ രാവിലെ നമുക്ക് ഒരുപാട് സമയം ലാഭമായി കിട്ടും കേട്ടോ. പിന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചു. അങ്ങനെ ഇതാ നമ്മൾ പയറുപ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ കൈയും കൂടെ നേരെ തൊടുവിലോട്ട് പോയിട്ട് നമ്മൾ 2 ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ട് കിണറിൽ വെള്ളം എങ്ങനെ ഉണ്ട് നോക്കണമല്ലോ. അപ്പോൾ ഇതാ കണ്ടു അത്യാവശ്യം നിറയാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ വന്നു നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. ഇപ്പോൾ രാവിലെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പോൾ അത് ഉച്ചക്കത്തേക്കും കൂടെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിയാൽ നമുക്ക് അത്രയും പണി ലാഭമല്ലേ. അപ്പോൾ അതാ നേരെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ കറിക്കുള്ള ഉള്ളി എല്ലാം വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഒരടുപ്പത്ത് ചായ വെച്ചിട്ടുണ്ട്, ഒരടുപ്പത്ത് ഇതും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വിറകടുപ്പിൽ ചോറുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചായ തിളച്ചിട്ടുണ്ട്. ചിക്കൻ കറിയിലോട്ടുള്ള ഏകദേശം മസാലയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താക്കാം, കൈക്ക് വൃത്തിയാക്കി വെച്ചാൽ ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ അതാ അങ്ങനെ ചിക്കനും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈക്ക് വൃത്തിയാക്കി ചിക്കൻ കുറച്ച് കറിയും വെച്ച് ബാക്കി കുറച്ച് മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് പിള്ളേരൊക്കെ ഉള്ള ദിവസമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കറിയൊക്കെ ഇതാ അവിടെ വയറ്റി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നേരെ അപ്പം ചൂടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പത്തിന് ദോശയാണ് കേട്ടോ. അതായത് മൈദയും മുട്ടയും കൂടെ ചേർത്തിട്ട് മാവരച്ചിട്ട് ദോശ ചുട്ടതാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അത് ചുട്ടത് കേട്ടോ. കുറച്ച് നെയ്യും കൂടെ തൂവി കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതുകൊണ്ട് തന്നെ അതാണ്. അപ്പോൾ മോന് ചെറുത് പറ്റില്ല കേട്ടോ, വലുത് വേണം. ഒരാൾക്ക് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വലുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടെങ്കിലും മക്കൾ അപ്പോൾ അതാ അവനുള്ളത് വലുത് വേറെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ചായക്കടി മിക്കപ്പോഴും ഒറ്റക്കാട്ട് വരും, ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ലേ ഇല്ല കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഒരാൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കറി ഇവിടെ തിളച്ച് റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ ദാ നമ്മൾ അടുപ്പത്ത് വെച്ച ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഊറ്റിയെടുക്കാം. പിന്നെ നേരെ പോയിട്ട് അകം തൂത്ത് വരാനുള്ള പരിപാടിയാണ് കേട്ടോ. മഴ പെയ്തുകൊണ്ട് അവിടെയും ഇവിടെയൊക്കെ ചീരലടിച്ചിട്ടുണ്ടായിട്ടും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷമായിട്ട് നമ്മൾ തൂക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. ഞായറാഴ്ച ദിവസം സാധാരണ ഡീപ്പ് ക്ലീനിങ് ആണ്, പക്ഷേ ഇന്ന് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഓരോ റൂമും ഹാളൊക്കെ അടിച്ച് കയറി ഇനി എന്താക്കാം, നമുക്ക് തുടക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് മഴ കുറവുള്ളതുകൊണ്ട് മക്കളൊക്കെ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. തുടച്ചാലും പെട്ടെന്ന് ഉണങ്ങൂല കേട്ടോ. അതുകൊണ്ട് ഫാനും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇക്കായും മോനും കൂടെ കുളിക്കാണ്ട്. അപ്പോൾ കുളിച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മുറ്റത്തോട്ട് ഇറങ്ങി. പിന്നെ നേരെ കിച്ചണിലോട്ട് പോയിട്ട് ഉച്ചക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കാൻ കേട്ടോ. അപ്പോൾ അത് ആ ചിക്കൻ പൊരിക്കാണ്ടായിരുന്നല്ലോ, അത് പൊരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ മക്കളെല്ലാവരും കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ ഹാളിലോട്ട് ഫുഡ് കഴിക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുപോയി വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ കുറവില്ല എല്ലായിടത്തും, എല്ലാവരും സേഫായിട്ട് ഇരിക്കാമെന്ന് കരുതാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം ഇവിടെ വെന്ത് വരാറായിട്ടുണ്ട്. അങ്ങനെ നേരെ ഹാളിൽ കൊണ്ടുപോയി വെച്ച് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാട്ടെ. ലീവുള്ളപ്പോഴേ ഇങ്ങനെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ കായും അധികം ഉണ്ടാവുള്ളൂ കേട്ടോ. മക്കളെല്ലാവരും സ്കൂളിൽ പോലെ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അതാ അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.